സന്തോഷേട്ടാ, അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ പ്രവാസികൾ നെഞ്ചിലോട്ടെടുക്കുക. കാരണം അദ്ദേഹം ഒരു കലാകാരൻ മാത്രമല്ല, നല്ലൊരു പ്രഭാഷകൻ കൂടിയാണെന്ന് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യ അതിഥി, നമ്മുടെയൊക്കെ ജിമിക്കിയും കമ്മലും. എൻ്റെ മകള് എപ്പോഴും പറയാറുണ്ട്, അവൾ പഠിക്കുന്ന സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഈ ജിമിക്കിയും കമ്മലും ഇറങ്ങിയതിന് ശേഷം ജിമിക്കിയും കമ്മലും ഇല്ലാത്ത ഒറ്റ പരിപാടിയില്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അത് ഹൃദയത്തിൽ ഇങ്ങനെ താളം തട്ടുകയാണ്. രഞ്ജിത്ത് ഉണ്ണിയെ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രസംഗിക്കാൻ വലിയ പ്രാവീണ്യമൊന്നുമില്ല. പ്രസംഗം ഓൾറെഡി രമ്യ ചേച്ചി ഇവിടെ അതിവിപുലമായി നടത്തി കഴിഞ്ഞു. പാട്ട് പാടെന്ന് പറഞ്ഞാൽ അതും ചേച്ചി നല്ലപോലെ ചെയ്തു, ചേട്ടനും ചെയ്തു. അപ്പോൾ പാട്ടും പാടാൻ പറ്റാത്തൊരവസ്ഥയാണ്, പ്രസംഗിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ വേദിയിലിരിക്കുന്ന എല്ലാ മുഖ്യാതിഥികളെയും ഒരു വലിയ നമസ്കാരത്തോടെ പറഞ്ഞ് 3 പേര്, അതായത് ജോസഫ് അലക്സ് എന്ന് പറഞ്ഞു, ബാലേട്ടൻ എന്നും പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ ആൾക്ക് ഞാനൊരു പേര് മനസ്സിൽ കണ്ടെത്തി. മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രിയദർശിനി രാംദാസ്. അപ്പോൾ ഇന്ന് ഈ വേദിയിൽ വരാൻ വലിയൊരു നിമിത്തമാവാനും എനിക്ക് ഒരു വേദി തരാൻ വലിയ മനസ്സ് കാണിച്ച മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിലെ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം പ്രദീപ് ഏട്ടനോടും ബാലേട്ടനോടും വലിയൊരു നന്ദി പറയുന്നു. കുറേ പേർക്ക് എന്നെ അറിയാമായിരിക്കും, കുറേ പേർക്ക് അറിയില്ലാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ ജിമിക്കി കമ്മൽ എന്ന് പറയുന്നൊരു പാട്ടാണ് എൻ്റെ ഐഡൻറ്റിറ്റി. അപ്പോൾ കഴിഞ്ഞിടത്തൊരു റീല് വന്നു, ഒരു അപ്പൂപ്പൻ 2 കമ്മലിട്ടുകൊണ്ട് പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ് അതാണ് ജിമിക്കി കമ്മലിനെ കുറിച്ച്. കാരണം എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയി, ആ കട്ടുകൊണ്ടായി അപ്പൂപ്പനെ അല്ലെങ്കിൽ അപ്പനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ജിമിക്കി കമ്മലിന് വന്നൊരു അപ്ഡേറ്റ്. അപ്പോൾ ചേട്ടൻ കലയെക്കുറിച്ച് പറഞ്ഞു. ഞാനൊരു കലാകാരനായിട്ട് പറയാണ്, ഒരു കലയുടെ സൃഷ്ടി ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ എന്താ പറയുക, പാചകം ചെയ്യുന്ന ഇതെങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവർക്കൊരു എന്താ പറയുക, അതിനൊരു കറക്റ്റ് ആൻസർ ഇല്ല. അത് ഏതൊരു മൊമെൻറ്റിൽ ഒരു മാജിക്കൽ സംഭവമായിട്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഒരു കലാസൃഷ്ടിയും ഒരു മാജിക്കൽ മൊമെൻ്റാണ്. അത് നമ്മളൊരു സംഭവം ക്രിയേറ്റ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിപ്പെട്ട് അവരത് ആസ്വദിക്കുമ്പോഴാണ് ആ കലാകാരൻ്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടുന്നത് ആ ഒരു നിമിഷത്തിലാണ്. അപ്പോൾ ഒരു കലാരൂപം എല്ലാവരും, ഇനി വരുന്ന തലമുറയിൽ എല്ലാവരും അതിനെ വളരെ സീരിയസ് ആയിട്ട് അതിന് പ്രചോദനം നൽകിക്കൊണ്ട്, രക്ഷകർത്താക്കൾ അതിന് നല്ല പ്രചോദനം കൊണ്ട് അവർക്ക് ഒരു എന്താ പറയുക, ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ മാറും. കാരണം കല നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നൊരു സംഭവം ലോകത്ത് എവിടെയും കിട്ടാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിനെ ഇപ്പോഴും ഇന്ന് വരുന്ന പിള്ളേരെല്ലാം എക്സ്ട്രാ ഓർഡിനറി, അതിന് മേലെ എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അത്രയും ടാലൻറ്റഡ് ആണ്. അപ്പോൾ ആ ടാലൻറ്റഡ് കുട്ടികൾക്ക് ഇന്ന് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അവസരങ്ങളെല്ലാം നല്ലപോലെ വിനിയോഗിക്കുക. നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നോ അത്രത്തോളം റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാനൊക്കെ ഇഷ്ടംപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ജിമിക്കി കമ്മൽ. ഇതൊരു മഹാത്മാഗാന്ധി ഫോറം ആയതുകൊണ്ട് ഞാൻ ഈണം നൽകിയ തൃശ്ശൂരിലെ വളരെ എല്ലാവർക്കും പരിചിതമായ ഒരാളാണ് ഹരി പി നായർ. ഹരിചേട്ടൻ്റെ വരികൾക്ക് ഞാൻ സംഗീതം നൽകി ഞാൻ പാടിയ ഒരു ദേശഭക്തി ഗാനം ഇവിടെ ആലപിക്കുകയാണ്. അതിനുശേഷം ജിമിക്കി കമ്മൽ പാടണോ? പാടല്ലേ? അപ്പോൾ ഈ ദേശഭക്തി ഗാനം പാടിക്കൊണ്ട് ഞാൻ ജിമിക്കി കമ്മലിലേക്ക് കടക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. ഭാരത സ്വാതന്ത്ര്യാമൃത സുസ്മൃതി പാരിലുണർത്തും പുലരീത. ഭാരത സ്വാതന്ത്ര്യാമൃത സുസ്മൃതി പാരിലുണർത്തും പുലരീത. ജയകാഹളമോടെ ദേശപതാകകൾ വാനിലുയർത്തും സുദിനമിതാ. വാനിലുയർത്തും സുദിനമിതാ.
ഭാരത സ്വാതന്ത്ര്യാമൃത സുസ്മൃതി പാരിലുണർത്തും പുലരീതാ, പാരിലുയർത്തും പുലരീതാ. പാരതന്ത്ര്യ ബലപാശമഴിക്കാൻ പോരാടി യുഗനേതാക്കൾ, പാരതന്ത്ര്യ ബലപാശമഴിക്കാൻ പോരാടി യുവനേതാക്കൾ, അവരോടൊന്നിച്ചണി ചേരാനായി അലയായൊഴുകി ജനനദികൾ, അലയായൊഴുകി ജനനദികൾ. ആംഗല ഭരണ നിവാരണ കാരണമാകാൻ പൊരുതിയ രണഭൂവി, ആംഗല ഭരണ നിവാരണ കാരണമാകാൻ പൊരുതിയ രണഭൂവി, ഉടലുകൾ അനവധി ഉയരുവെടിഞ്ഞു അടിമച്ചങ്ങല അഴിയാനായി, നാനാത്വത്തിൽ ഏകത്വത്തിൽ നാടിൻ മക്കൾ നാമേലാം, വിവിധ സ്വരങ്ങളിലൊന്നായരുളും ശുഭദം സംഗീതാദരം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. താങ്ക് യു സോ മച്ച്. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം, ചുമ്മാ ഊതാൻ നോക്കാതെ, തായം കളിക്കാൻ നിൽക്കാതെ, വട്ടം ചുറ്റിച്ചോരെല്ലാം വട്ടപ്പൂജ്യം പോലായേ, വെട്ടം കാണാൻ കൊതിയായേ, വെട്ടത്തിറങ്ങാൻ മടിയായേ, കലിവേഷം പോയടാ ഇനി വേഷം മാറടാ, മലയാറ്റൂർ പള്ളിയിൽ ഒരു കുരിശും കൊടനീരാം, മല പോലെ വന്നത് എലി പോലെ പാഞ്ഞടാ, ചന്നം ഭിന്നം ജലം മഴ പൊടിക്കുന്നു പൊടിയൂത്തകളെ, എൻ്റെ അമ്മയുടെ ജിമുക്കി കമ്മൽ എൻ്റെ പൻ കട്ടോണ്ട് പോയേ, എൻ്റെ പൻ്റെ ബ്രാണ്ടി കുപ്പി എൻ്റെ അമ്മ കുടിച്ച് തീർത്തി, താങ്ക് യു സോ മച്ച്. ഇന്ന് ഈ വേദിയിൽ വളരെ സന്തോഷം, എല്ലാവരെയും കണ്ട് സംസാരിക്കാനും കുറച്ചു നേരം സംവദിക്കാനും കിട്ടിയതിൽ. വീണ്ടും ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. അടുത്തായിട്ട് ബഹുമാനിയായ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ പ്രസിഡന്റ് നിസാർ സാറിനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് കുറച്ച് സമയം കൂടി മാത്രമേ മീറ്റിങ്ങിന് എടുക്കുന്നുള്ളൂ, കാരണം ഇനി ഒരുപാട് പരിപാടികൾ നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ കാവ്യസന്ധ്യയുടെ അധ്യക്ഷൻ പ്രഭാകർജി, നമ്മൾ കിട്ടിയ 3 ഗസ്റ്റുകൾ, ഒന്ന് കേരള രാഷ്ട്രീയത്തിൽ തൻ്റേതായ വ്യക്തിത്വം കലയിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്ന നമ്മുടെ കുമാരി രമ്യ ഹരിദാസ്, കലാകാരന്മാരും അതോടൊപ്പം നല്ല പ്രഭാഷകരുമായ സന്തോഷ് ജി, രഞ്ജിത്ത് ജി അടങ്ങുന്ന വേദിയിലുള്ള മൊത്തം നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് നല്ലൊരു നമസ്കാരം നേരുന്നു. വലിയ പ്രസംഗത്തിൻ്റെ വേദിയല്ല എന്ന് എനിക്കറിയാം, കാരണം ഇതിനു മുമ്പ് വലിയ വലിയ കൊടുങ്കാറ്റുകൾ അടിച്ചിട്ടാണ് പോയത്. ഈ കൊടുങ്കാറ്റ് സിക്സർ അടിച്ചു പോകുമ്പോൾ എല്ലാവരും സിക്സർ അടിക്കുകയാണ്, അവിടെ പോയി സിംഗിൾ എടുത്ത് കളിക്കാന്ന് വെച്ചാൽ ആൾക്കാരോട് പെട്ടെന്ന് റണ്ണൗട്ടാണെന്ന് പറയും. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇത്ര മനോഹരമായ സന്ധ്യയാണിത്. മനുഷ്യൻ്റെ മനസ്സ് തുറന്നുകൊണ്ട് മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ, അതിൻ്റെ ഒത്തൊരുമയുടെ, കാരുണ്യത്തിൻ്റെ വാക്കുകളാണ് എല്ലാവരും പറയുന്നത്.
അതുതന്നെയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വിഭാവനം ചെയ്യുന്നത്. ഞങ്ങൾ മുമ്പോട്ട് വെച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രവാസ രാഷ്ട്രീയം. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായി ഇത് മാറിയത്. എല്ലാം കൊണ്ടും സൗന്ദര്യമാണ്. നമുക്ക് വലിയ ധാന്യാഠ്യമുള്ള വലിയ സമ്പത്തുള്ള സംഘടനയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. 16,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഏകദേശം 80ഓളം കുട്ടികൾ സ്പെഷ്യൽ നീഡ് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എല്ലാം നടത്തുന്നുണ്ട്, പക്ഷേ ക്രിമിറ്റോറിയം നടത്തുന്ന ഏക സംഘടന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മാത്രമാണ്. ലോകത്ത് ആർക്കും ഇല്ല പ്രതിഭാസം. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന ഇത്ര ശക്തമായി പോകുന്നത്. അതിൽ MGSF എന്ന് പറഞ്ഞ സംഘടനയുടെ കയ്യൊപ്പ് വളരെ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളിൽ അടങ്ങുന്ന 3 സഹോദരന്മാർക്ക് നിങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ട്, MGSF അവാർഡ് കൊടുക്കുന്നുണ്ട്. ആ അവാർഡ് കൊടുക്കുന്നത് ആ 3 പേർക്ക് മാത്രമല്ല, ഈ ഭരണസമിതിയുടെ 18 അംഗങ്ങൾക്ക് കൂടിയുള്ള ഒരു അവാർഡാണ് ഇവിടെ നൽകപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് അവാർഡ് എന്ന് ചോദിക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് ഒരു അവാർഡ് കൊടുക്കുന്നത്? തമാശയാണ്, അവാർഡ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ 2 മേഖലകളിൽ ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് പറഞ്ഞേ പോകാൻ പറ്റൂ, 2 മിനിറ്റ് എടുക്കും. ഒന്ന് വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ നടത്തിയ ചലനങ്ങൾ, ഞങ്ങൾ ആദ്യമായി വന്നുകൊണ്ടു തന്നെ ഞങ്ങളൊരു റിക്വസ്റ്റ് ഹിസ് ഹൈനസിന് മുമ്പിൽ വെക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഭൂമി വേണം. ആർക്കാണ് ഭൂമി വേണ്ടത്? ഇവിടെ വളരെ വളരെ വിഷമിച്ച് പഠിക്കുന്ന സ്പെഷ്യൽ നീഡായ കുട്ടികൾ അറിയാമോ നിങ്ങൾക്ക്? ദുബായിലൊക്കെ 7,000, 8,000, 10,000 ഒരു സ്പെഷ്യൽ നീഡ് കുട്ടികളുടെ ഫീസ്. അതിൽ നിന്ന് 20% പോലും ഇല്ലാത്ത ഫീസ് കൊടുത്ത് ഞങ്ങൾ സ്ഥാപനം ഇവിടെ നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ ചെറിയൊരു സ്ഥലം വേണമെന്ന് പറയുമ്പോൾ ഈ സൈനസ് അതിൽ ഒപ്പിടുകയാണ്, ഫ്രീ ആയിട്ട് സ്ഥലം കൊടുക്കണം. ആ ലാൻഡ്, ആ സൈനിങ് അതോറിറ്റി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം ഗേൾസ് കുട്ടികൾക്കുള്ള ഒരു ഭൂമി ഈ സൈനസ് ഇവിടുത്തെ രാജാവ് അതിലും ഒപ്പിടുകയാണ്. കാരണം അദ്ദേഹത്തിനറിയാം ഇത് നടത്താൻ കെൽപ്പുള്ള സംഘടനയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു അപ്ലൈ കൊടുത്തു. 45 വർഷമായി നമ്മൾക്ക് കിട്ടാത്ത പല അപ്രൂവലുകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. പഴയ നമ്മുടെ സ്കൂളിലേക്ക് പുതിയൊരു കെട്ടിടത്തിന് വേണ്ടി ഞങ്ങൾ അപ്ലൈ സമർപ്പിച്ചു. അത്ഭുതകരമെന്ന് പോട്ടെ, കഴിഞ്ഞ ആഴ്ച ഈ ഷാർജയിലെ ടൗൺ പ്ലാനിങ് ആ അപ്രൂവലും ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അതിമനോഹരമായൊരു താജ്മഹൽ ഇവിടെ വരും എന്ന കാര്യം ഇവിടെ ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ അവാർഡ് കൊടുക്കുന്നത്. അതോടൊപ്പം എഡ്യൂബ്രിസ്ക് എന്ന് പറയുന്ന അതിമനോഹരമായ അതിബൃഹത്തായ ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈനിങ് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികളെ വ്യത്യസ്തരായി എങ്ങനെ മാറ്റാം എന്നുള്ള ചാലഞ്ചാണ്. എല്ലാവർക്കും മാർക്ക് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, 80, 90, 100 ഒരു കാലത്ത് 210 മാർക്ക് വാങ്ങി കഷ്ടപ്പെട്ട് പാസ്സായാൽ അന്ന് ആഘോഷിച്ച വില്ലേജുകളുണ്ട് കേരളത്തിൽ. 210 വാങ്ങിയ ആൾക്ക് അവാർഡ് കൊടുത്ത വില്ലേജുകളുണ്ട്. ഇന്ന് റാങ്ക് ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ മാർക്കല്ല പ്രധാനം, മാർക്കിലുപരിയായി പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാറി, ആ കാലഘട്ടം മാറി. ഇന്ന് കുടുംബങ്ങളിൽ ചോദ്യം തന്നെ എത്രയാണ് മാർക്ക് എന്ന് ചോദിക്കുന്നില്ല, ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ കാലഘട്ടത്തിൽ പോകുമ്പോൾ വ്യത്യസ്തമായി എന്താണ്, അതാണ് എഡ്യൂബ്രിസ്ക്. അത് വിഭാവനം ചെയ്ത് ഇന്ത്യയിൽ ഒരു വലിയൊരു കമ്പനി നമ്മളുമായിട്ട് സഹകരിക്കാൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ സൈനിങ് അതോറിറ്റി നമ്മൾ ചെയ്തു. ഒരു കൊട്ടിയിൽ നിങ്ങൾ എത്ര വാങ്ങുന്നത്? ഇതിന് ഫീസ് ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ട് ഫീസ് ഉണ്ട്. ഫീസ് ഇല്ലാതെ നടക്കില്ല ഒരു കാര്യം. ഞങ്ങൾ വാങ്ങുന്നത് 2 ദിറംസാണ്, 2 ദിറംസ് പെർ മന്ത്. അതാണ് ഷാർജ ഇന്ത്യൻ സ്കൂൾ. ഞങ്ങൾ പറയുന്ന പലപ്പോഴും എക്കണോമിക്കലായി ഇത്ര മനോഹരമായ സ്കൂൾ നടത്തുന്ന ഒരു സ്കൂൾ ലോകത്തില്ല. ഒരു പക്ഷെ നാട്ടിലടക്കം ഫീസുകൾ ഈ കാറ്റഗറിയിലുള്ള സ്കൂളുകൾക്ക് ഫീസ് കൂടുതലാണ് എന്നൊരു സുഹൃത്ത് പറയുകയുണ്ടായി. അതിൽ ഞങ്ങൾ സൈൻ ചെയ്തിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സാമൂഹ്യ സേവന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഓരോ ആഴ്ചയും ഇവിടെ ഒരു മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ ഏകദേശം 100ഓളം അജണ്ടകൾ ഉണ്ടാവാറുണ്ട്. ആ 100 അജണ്ടകളിൽ 50 അജണ്ട എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ അജണ്ടയാണ്. ഇവിടെ വരുന്ന കരച്ചിലിന്റെ, കേസിന്റെ, പ്രശ്നത്തിന്റെ കത്തുകളാണ്. ഇവിടെ ഇരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാർ രാത്രി 12:30, 1-1:30 മണിക്ക് കഴിഞ്ഞാണ് അത് തീർപ്പ് കൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവർ ജോലിക്ക് പോകും. പിറ്റേ ദിവസം രാവിലെ പോയി ഉറങ്ങി, അത് കഴിഞ്ഞ പിറ്റേ രാവിലെ ജോലിക്ക് പോകുന്നത്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഷാർജ ഇന്ത്യൻ ശക്തി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ അവാർഡ് കൊടുക്കുന്നത് മനസ്സിലാക്കുന്നത്. അവർക്കാണ് ഈ അവാർഡ്. ഈ അടുത്ത കാലത്ത് ഇവിടെ റൈസ് എന്നൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം, നിങ്ങളാരാണ് ഇത് ഏറ്റെടുക്കാൻ എന്നാണ് ആദ്യ ചോദ്യം. ഒരുപക്ഷെ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ പദ്ധതി തുടങ്ങിയത് ഓഗസ്റ്റ് 1 മുതലാണ്. ഇന്ന് സാറ്റർഡേ വരെ ഏകദേശം 34 കേസുകൾ രജിസ്റ്റേർഡ് ചെയ്തു. 34 കേസുകൾ ഞങ്ങൾക്ക് ആശ്വാസം പകരാൻ ഞങ്ങൾക്ക് പറ്റി. 7ഓളം കേസ് പുറത്തു നിങ്ങൾ പരിഹരിച്ചു. ഏകദേശം 40 കേസുകൾ കഴിഞ്ഞിരിക്കുക. ആ 2 സഹോദരിമാർ ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ മുമ്പേ കിട്ടിയിരുന്നുവെങ്കിൽ, നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നമ്മളൊന്ന് കേട്ടിരുന്നുവെങ്കിൽ ആ 2 സഹോദരിമാരുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഈ പ്രശ്നം ഇവിടെ മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രശ്നം തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്.
നമ്മുടെ മാതാപിതാക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ കൗൺസിലിംഗ് നടത്തുന്നുണ്ട് കുട്ടികളെ. ഇവർ കൗൺസിലിംഗ് നടത്തി ഒരു പരിധിവരെ മാത്രമേ പരിഹാരമുള്ളൂ. ഈ കൗൺസിലിംഗ് നടത്തേണ്ടത് ഈ പറയുന്ന പയ്യൻ്റെ അച്ഛനമ്മക്ക് കൗൺസിലിംഗ് നടത്തണം. അവിടെയാണെന്നാണ് തുടങ്ങേണ്ടത്. ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനും അമ്മക്കും കൗൺസിലിംഗ് നടത്തണം. ഒരു പ്രശ്നമുണ്ടായാൽ വളരെ ഓപ്പണായി സംസാരിക്കാനുള്ള ഒരു വേദി നമ്മുടെ മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം. അവർ പറയരുത് ഇത് നാണക്കേടാണ്, പുറത്തറിയാൻ പാടില്ല, നിങ്ങൾ ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ കൂടുതൽ പ്രശ്നം ചെയ്താൽ അവർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ പെൺകുട്ടികളെ തൊടാൻ ഒരാൾക്കും അധികാരമില്ല. ഒരാൾ പോലും കൈപൊക്കി സംസാരിക്കരുത്. അഗ്രഷൻ എന്ന ഒരു വേദി, ഒരു സംഭവം നമ്മൾ പെൺകുട്ടികൾക്ക് നേരാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഷാർജ ഒരു തീരുമാനമെടുത്തത്. ഇവിടെയുള്ള ഷാർജയിലുള്ള പരിമിതമായ നമ്മുടെ സഹോദരിമാരെ സംരക്ഷിക്കേണ്ട ചുമതല അത് ഷാർജ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്, കേസുകളൊക്കെ പോകുന്നുണ്ട്, പോലീസിനൊക്കെ കോൾ വരുന്നുണ്ട്. പ്രശ്നമില്ല, കാരണം ഇന്ത്യൻ കൗൺസിലേറ്റ് വളരെ ശക്തമായി നമ്മൾ കൂടെയുണ്ട്. അതോടൊപ്പം ഷാർജയിൽ പോലീസ് അധികൃതർ ഇവിടെ വന്നിട്ടാണ് നമ്മൾക്ക് ഒപ്പിട്ട് തന്നത്, നിങ്ങൾ ഇത് ചെയ്യണം. കാരണം ഓരോ ദിവസം പാതിരാത്രികളിൽ വരുന്ന നമ്മുടെ സഹോദരിമാരുടെ ഫോണുകൾ കണ്ട് അവർക്ക് തന്നെ അറിയുന്നില്ല എന്താ ഇത് ചെയ്യേണ്ടത്. അങ്ങനത്തെ പ്രശ്നത്തിൽ അവർ പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളിങ്ങനെ കൂടുതൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവിടെ പ്രവാസത്തിൽ തന്നെ പ്രശ്നമാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരിലും ഞങ്ങൾക്ക് എത്താൻ പറ്റുന്ന എന്ന് വരില്ല, പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരും ഇതിൻ്റെ അംബാസിഡർമാരാവണം. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഞങ്ങളുടെ സംരക്ഷകർ കൂടിയും ആവണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ വളരെ രഹസ്യമായി നിങ്ങൾ അറിയിച്ചാൽ അതും ഈ ടീം, ഈ പറയുന്ന റൈസ് ടീം അത് ഏറ്റെടുത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നടത്തുകൊണ്ട് ഇത്ര മനോഹരമായ സദസ്സ് നടത്തിയ MGCF-നെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് MGCF ധ്വനിതരംഗം 2025 മഹത് വ്യക്തിത്വങ്ങൾക്കുള്ള പുരസ്കാരം നൽകുന്ന ചടങ്ങാണ്. ആദ്യമായിട്ട് വനിതാ ശക്തി പുരസ്കാരം വ്യവസായ വാണിജ്യ രംഗത്തെ വിജയപ്രതീകമായ ശ്രീമതി ഷീലയെ വേദിയിലേക്ക് പുരസ്കാരം സ്വീകരിക്കുന്നതിനായിട്ട് ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി എടവന മുരളീധരൻ സേവനശ്രീ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി അദ്ദേഹത്തിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്തെ 3 പതിറ്റാണ്ടുകൾ സാർത്ഥകമാക്കിയ ശ്രീ ആരാധ്യനായ പ്രഭാകരൻ പയ്യന്നൂരിനെ കാരുണ്യശ്രീ പുരസ്കാരം സ്വീകരിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മനാഫ് ജനശ്രീ പുരസ്കാരം സാമൂഹ്യ സാംസ്കാരിക ജനസേവന മേഖലയിൽ സമാനതകളില്ലാത്ത വ്യക്തി ശ്രീ മനാഫിനും MGCF-ന്റെ ആദരം. UAE-യുടെ മണ്ണിൽ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ നിറസാന്നിധ്യം ആരാധ്യനായ ശ്രീ രാജീവ് പിള്ള കലാരത്ന പുരസ്കാരം സ്വീകരിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അഡ്വക്കേറ്റ് ഷാജഹാൻ MGCF-ന്റെ പ്രത്യേക സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ധ്വനിതരംഗ് 2025 ഡയറക്ടർ, ഈ പ്രോഗ്രാമിന്റെ എല്ലാമായ സർവ്വ കലാകാരി, നമ്മളെപ്പോഴും പറയും സമ്പൂർണ്ണ കലാകാരി എന്ന്. കാരണം സംവിധാനമായാലും നൃത്തമായാലും അഭിനയമായാലും ഒക്കെയും തൻ്റെതായ വ്യക്തിമുദ്ര ഇതിനോടകം ഫലിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ധ്വനി S ദേവിയെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പുരസ്കാരത്തിന് ഒരു ഇരട്ടി മധുരമുണ്ട്. കാരണം ഇന്ന് ആ കുട്ടിയുടെ പിറന്നാൾ മധുരം കൂടിയാണ്. അതുകൊണ്ട് നല്ലൊരു കയ്യടി, നിറഞ്ഞ കയ്യടികൾ നൽകി ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിനായിട്ട് ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡാണ്. അതിനായിട്ട് ഷാർജ ഇന്ത്യൻ സ്കൂളിൻ്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ പ്രമോദ് മഹാജനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ വർഷവും ഈ വേദിയിൽ വെച്ചിട്ട് വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയിട്ടുള്ള കുട്ടികളെ നമ്മൾ ആദരിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ആദ്യമായിട്ട് മിസ് സാറ അക്ഷയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പുരസ്കാരം നൽകുന്നതിനായിട്ട് ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാന്യനായ ശ്രീ പ്രമോദ് മഹാജനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തായിട്ട് മിസ് മിനർവ പ്രവീൺ. അടുത്തതായിട്ട് സ്റ്റീവ് സിജോ. അടുത്തതായി ഈ ഒരു സ്നേഹാദരവ് കൊടുക്കുന്നതിനായി നിസാർ തളങ്കര പ്രസിഡന്റ് IASനെ സ്വാഗതം ചെയ്യുന്നു. പ്രഭവ് മുരളി, ബഷാർ ഇർഫാൻ, നന്ദന ഉല്ലാസ്, അടുത്തതായി ഉപഹാരം നൽകുന്നതിനായി ശ്രീ പ്രകാശ് ജനറൽ സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുന്നു. മിസ് ജയ ഹർവാനി ഗ്രേഡ് 12, മിസ് അലീന സിനോജ് ഗ്രേഡ് 12, അടുത്തതായിട്ട് ബിസിനസ് എക്സലൻസ് അവാർഡ്. In recognition of 33 years of exemplary leadership and outstanding contribution to the business community through the company Sri Autos Sharjah, Sri Srigandan Nair. ബഹുമാനപ്പെട്ട സന്തോഷ് സാറിനെ പുരസ്കാരം നൽകുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരിക്കുന്നതിനായിട്ട് ശ്രീകണ്ഠൻ നായർ ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡ്. ആദ്യമായിട്ട് പൊന്നാട അണിയിക്കുന്നതിനായിട്ട് രഞ്ജിത്ത് ഉണ്ണിസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മെമൻഡോ നൽകി ആദരിക്കുന്നതിനായിട്ട് സന്തോഷ് കീഴാറ്റൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Senior journalist Mr. Sadiq S. Kavil, in recognition of your remarkable career as a well-known journalist with Manorama newspaper and your invaluable support to MJCF Dhwani Tarangam 2025. Senior journalist Mr. Sadiq S. Kavil. The next, M.R. Gopalakrishnan Marar, in recognition of the outstanding performance and leadership of the Saraswati Vadya Kala Sangam troupe, enriching Dhwani Tarangam 2025 with your mastery in Chendamelam Tayambaga. Shaju Francis,
In recognition of your support and partnership as the honor of Alphain Photocopy and for being our trusted printing partner for MGCF Dhani Tarangam 2025. Mr. Gopalakrishna Marar, in recognition of your outstanding performance and leadership of the Saraswati Vadya Kala Sangam troupe, enriching Dhwani Tarangam 2025 with your mastery in Chendamelam Tayambaka. Shaju Francis. Shaju Francis, in recognition of your support and partnership as the honor of Alphain Photocopy and for being our trusted printing partner. The next, Mrs. Chariot International Manpower, in appreciation of generous support and sponsorship contributing to the success of MGCF Dhwani Tarangam 2025. അടുത്തതായി നിസ്വാർത്ഥനായ ജീവകാരുണ്യ പ്രവർത്തകൻ, വലിയ സ്നേഹ സൗഹൃദത്തിനുടമ, 45 വർഷക്കാലം നീണ്ടുനിന്ന പ്രവാസ ജീവിതത്തിനിടയിൽ കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരസ്പർശമായി അദ്ദേഹം ഒരു വെളിപ്പുറത്തുണ്ട്. ആദരവോടെ വേങ്ങയിൽ നാരായണൻ നായരെ വേദിയിലേക്ക് പുരസ്കാരം സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Ajesh Ravindran, in recognition of your dedicated support and excellent anchoring, standing with us through the years and adding value to every program of Dhwani Tarangam. In recognition of the graceful presence and excellent anchoring that added charm and elegance to Dhwani Tarangam 2025, Mrs. Jomina Jibin. In recognition of the exceptional talent and dedication in playing musical instruments, inspiring us all through your performance at MGCF Dhwani Tarangam 2025 and with your passion and perseverance, Shri Nihal Nasir. ഈ മീറ്റിംഗിന് ശേഷം നിഹാലിൻ്റെ പെർഫോമൻസ് ഈ വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. In honor of visionary leadership as the founder and chairperson of Dhwani Tarangam and as the one true pillar whose strength, dedication and guidance have made every success possible, Dr. Devi Suma. അടുത്തതായിട്ട് ഈ മഹനീയ ചടങ്ങിൽ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിജിയും കൂടി കാഴ്ച നടന്ന ചരിത്ര സംഗമം നടന്നിട്ട് 1 നൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ MGCF ഷാർജ ഗുരുവും ഗാന്ധിയും നൂറ്റാണ്ടിൻ്റെ തേജസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നു. സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ, വൈജ്ഞാനിക മേഖലകളിലെ പ്രമുഖർ അണിനിരക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പുറംചട്ട പ്രകാശനം ഈ വേദിയിൽ നടക്കുകയാണ്.
അടുത്തതായി ശ്രീ സന്തോഷ് കീഴാറ്റൂരിനെ ആദരിക്കുന്നതിനായി ഡോക്ടർ ദേവി സുമയെയും പൊന്നാട അണിയിക്കുന്നതിനായി അഡ്വക്കേറ്റ് ഷാജഹാനെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ രഞ്ജിത്ത് ഉണ്ണിക്ക് ആദരവ് അർപ്പിക്കുന്നതിനായി ex-MP രമ്യ ഹരിദാസിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് കൃതജ്ഞത അർപ്പിക്കുന്നതിനായിട്ട് ബഹുമാന്യനായ ഗഫൂർ പാലക്കാട്, ജനറൽ സെക്രട്ടറി MGCF. മുകളിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്കും താഴെ ഇരിക്കുന്ന എല്ലാവർക്കും കൂടി നന്ദി അറിയിക്കുന്നു.